കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ്. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം. രജിഷ വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യം. പാർവതി തിരുവോത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ പോയി ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. നമിത പ്രമോദ് അവനെ ഹഗീതനല്ലേ ഈ കുശുമ്പ്? ഷാനി പ്രഭാകർ നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വിരാജസ്, നേരിട്ടൊരൊറ്റ ചോദ്യം. സോന നായർ. അപ്പൊ സുന്ദരേഷൻ ഇതൊന്നും കേട്ടിട്ടില്ല? സുജയ പാർവതി. സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക് മാധ്യമപ്രവർത്തനം എന്നുള്ളൊരു ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്നു തീപ്പൊരി റിപ്പോർട്ട്. ഭാവന. ഫിലിപ്പോസ് അങ്കിളോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. അനുശ്രീ. നാരായണ മാമനും ഓമനമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കാൻ കിട്ടോ ദുബായില്. വിനയ് ഫോർട്ട്. പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആവേശത്തിലെ അമ്മ. ഹലോ മോനെ, രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ. KPSC ലളിത. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? സുരഭി. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കന്റെ കെണിയും പഠിക്കണം. ശൈലജ. ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ലജ്ജയില്ലേ ഷാനിമോൾ ഉസ്മാൻ അടുത്തു നിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത്? നാഗ ചേച്ചി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചു താണ്ട് ഇങ്ങനെ വെക്കത്തില്ല. ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. മൊട്ട രാജേന്ദ്രൻ. ஏய் தம்பி, ஒரு ரவுடிக்கு முக்கியமான விஷயம் தெரியுமா? நடி உடை பாவரி நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணுமா? രജിഷ. വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാൻ ഓരോരോ കാര്യം. പാർവതി തിരുവോത്ത്. എന്നെ സ്നേഹിക്കുന്ന ഒരു 1000 ഇരട്ടി ഞാൻ പോയി ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. നമിത പ്രമോദ്. അവനെ ഹഗീതനല്ലേ ഈ കുശുമ്പ്? ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വിരാജസ്, നേരിട്ടൊരൊറ്റ ചോദ്യം. സോന നായർ. അപ്പൊ സുന്ദരേഷൻ ഇതൊന്നും കേട്ടിട്ടില്ല? സുജയ പാർവതി. സാർ എനിക്കൊരു ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക് മാധ്യമപ്രവർത്തനം എന്നുള്ളൊരു ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് ഞാൻ വരാനുള്ള കാരണം NB നികേഷ് കുമാർ എന്ന് പറയുന്നു തീപ്പൊരി റിപ്പോർട്ട്. ഭാവന. ഫിലിപ്പോസ് അങ്കിളോ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ പത്മ അനിയത്തിയ. മിസ്റ്റർ കുഞ്ഞുവാള് സ്മാർട്ടാട്ടോ, എനിക്കിഷ്ടായി. അനുശ്രീ. നാരായണ മാമനും ഓമനമായി കൂടാതെ എനിക്ക് വേറെ ആൾക്കാൻ കിട്ടോ ദുബായില്. വിനയ് ഫോർട്ട്. പ്രേമമെന്ന സിനിമ എന്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആവേശത്തിലെ അമ്മ. ഹലോ മോനെ, രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ. ഓക്കെ മോനെ. KPSC ലളിത. ആഹാ, നീയാണോ? എന്താ ദാസപ്പാ? സുരഭി. ഒരു കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കന്റെ കെണിയും പഠിക്കണം. ശൈലജ. ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞ പോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും പെണ്ണിനെന്താണ് കുഴപ്പം? ആണിന്റെ അന്തസ് കാണിച്ചു എന്നാ ലജ്ജയില്ലേ ഷാനിമോൾ ഉസ്മാൻ അടുത്തു നിന്ന് കേൾക്കാൻ ഷാജി പറയുന്നത്? നാഗ ചേച്ചി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചു താണ്ട് ഇങ്ങനെ വെക്കത്തില്ല. ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് പോകാം വരാം, പോകാം വരാം, പോകാം വരാം. മൊട്ട രാജേന്ദ്രൻ. ஏய் தம்பி, ஒரு ரவுடிக்கு முக்கியமான விஷயம் தெரியுமா? நடி உடை பாவரி நம்ம நடக்கும்போது அப்படி ஒரு பயம் இருக்கணுமா? ചിന്താ ജെറോം. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. അഥവാ ഇട്ടാൽ തന്നെ അത് മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ്. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എൻ്റെ പ്രസംഗം. എൻ്റെ പൊന്ന്, മാസ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. കാരണം എത്ര എത്ര ആർട്ടിസ്റ്റുകളാണ് ശബ്ദത്തിലൂടെ വന്നു പോയത്, അതുമെല്ലാം പെർഫെക്റ്റ്. ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. കാരണം ലൈവായിട്ട് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീല് തന്നെ. കാരണം ഒറ്റ മൊമെൻറ്റിൽ ഇങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വന്നു പോയത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാട്ടുകൾ ഇറങ്ങുവാണെങ്കിലും, ഇപ്പോൾ പീലിംഗ് സോങ് ആണെങ്കിലും, ബൊഗൈൻവില്ലയിലെ സോങ് ആണെങ്കിലും, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ്റെ സ്തുതി നമ്മൾ പ്രീതിമയിലൂടെ കേട്ടപ്പം അത് വേറൊരു ഫീലായിരുന്നു. അപ്പം അതുപോലെ നമുക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് ഇതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ വേറൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുകയാണെങ്കിൽ ഏതൊരു പാട്ടായിരിക്കും ഇപ്പം ലൈവായിട്ടൊന്ന് പാടിക്കൊടുക്കാൻ പോകുന്നത്? ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല.
വാഴ സിനിമയ്ക്കകത്ത ഏ ബനാനെ ഒരു പൂത്തരാമോ അത് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഷീലാമ്മ, പിന്നെ ഷാനി ചേച്ചി, പിന്നെ സുജയ ചേച്ചി, ഭാവന, അമല പോൾ ഇത്രയും പേരും ഒന്ന് പാടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. നമുക്ക് നോക്കാം.